ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ അനുഗമിക്കാനായിട്ട്, ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചവൾ. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തത്. അതിന്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ഇന്നത്തെ വചനഭാഗത്തിലും കനായിലെ വിവാഹവേളയില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ കുറിച്ച് കൃത്യമായിട്ട് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെ. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ കുടുംബത്തിലെ ഒരു പ്രതിസന്ധിയില് പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് ഇടപെട്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട് അവരെ സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. വീഞ്ഞ് തീർന്നു പോയ ഒരു സാഹചര്യം, നാണക്കേടിന്റെ വക്കീലായിരിക്കുന്ന ആ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട്, അവർക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ വന്ന് മാധ്യസ്ഥം അപേക്ഷിക്കാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം തയ്യാറായി. അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ ഈശോ അവർക്ക് വേണ്ടി തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണം. ഒരുപക്ഷെ ഇന്ന് ഈ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ കഴുത്തേല് ഒരു ജപമാല ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു കൊന്ത നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈശോയിൽ നിന്ന് ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷെ ഇന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സമയമില്ല. ജപമാല ചൊല്ലുവാൻ പോലും ഇന്ന് നമ്മൾ മടി കാണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ നേരെ നമ്മളെ ഈശോയുടെ സന്നിധിയിലേക്ക് നയിക്കും. പരിചാരകരോട് പരിശുദ്ധ അമ്മ എന്താ പറയുന്നത്? അവൻ പറയുന്നത് ചെയ്യുവിൻ. ഇതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാല് അമ്മ നിന്നെ ഈശോയുടെ സന്നിധിയിലേക്ക് നയിച്ച് നിന്റെ ജീവിതത്തില് നിനക്ക് വേണ്ടത് കൃത്യമായിട്ട് ഈശോയോട് ചോദിച്ച് വാങ്ങിച്ചു തരും. കാരണം പരിശുദ്ധ അമ്മ ചോദിച്ചാൽ ഈശോയ്ക്ക് അതൊരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. കാരണം അത്രയേറെ ഈശോയെ അടുത്ത് അനുഗമിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്ക് വീണ്ടെടുക്കാം. വീണ്ടും ജപമാലകൾ ചൊല്ലാം. കഴുത്തേല് ഒരു ജപമാല എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കയ്യില് ജപമാലകൾ മുറുകെ പിടിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളില് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയിൽ നിന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് വരുവാനായിട്ട്, ഈശോയിൽ നിന്ന് ഒത്തിരിയേറെ നന്മകൾ സ്വീകരിച്ച് ഈ ഭൂമിയിൽ എപ്പോഴും സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.